ഹലോ, ഇവിടെ എത്തിയാ? ഹലോ, നീ എവിടെയാ? നീ എവിടെ നിക്കണേ? ഞാൻ ഇവിടെ ഉണ്ട്. ആ, കണ്ടു. ആ, ഞാൻ കണ്ടുടി. ഓ, ഭവതിക്ക് ഇപ്പോഴെങ്കിലും ഒന്നും വരാൻ തോന്നിയില്ല. ഒരു മാറ്റില്ല കേട്ടോ നിനക്ക്. വാ, വീട്ടിൽ പോവാം. അമ്മ ധാര വരുന്ന നോക്കിയേ. വാ, കയറി വാ. നിനക്കൊരു മാറ്റില്ലല്ലോ ബാമ, ഒരു വ്യത്യാസമില്ലാതെ. അമ്മ വല്ലാണ്ട് ക്ഷീണിച്ചു പോയി, മുടിയൊക്കെ നോക്കി നരച്ചു. ഓ, അപ്പൊ എന്റെ മുടിയോ? ചെറുപ്പക്കാരെ എന്റെ മുടി നരക്കണ്, പിന്നെ വയസ്സായ അമ്മയുടെ മുടി. ഓ, പിന്നെ ഒരു ചെറുപ്പക്കാരി. പിന്നെ നമ്മുടെ നാട്ടിലത്തെ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയുണ്ട്? ഓരോ വിശേഷം പോയിട്ട് പറ. ആ, അമ്മ പണ്ടത്തെ പോലെ തന്നെ അല്ലേ, പണി തന്നെയല്ലേ എപ്പോഴും. മോളെ അമ്മയും അച്ഛനും മോളും കൂടെ പോയിട്ട് എത്ര നാളായി, വർഷങ്ങൾ എത്രയായി ഇവിടുന്ന് പോയിട്ട്. ഇവളുടെ കല്യാണം പറയാനായിട്ട് ഒരു അഡ്രസ്സും ഇല്ല, നമ്പറും ഇല്ല, ഒന്നും ഇല്ല. പിന്നെ എന്തൊരു ചെയ്യാ? നിങ്ങൾ രണ്ടാളും സ്കൂളിൽ പോയത് ഇന്നലെ കഴിഞ്ഞ മാതിരി തോന്നുന്നുണ്ട്. അമ്മയുടെ കത്തി പറിച്ചല് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാടി, ഫുഡ് കഴിക്കാം. ആ, ദേ വരുന്നീ. എനിക്ക് വേഗം പോണട്ടാ. പിള്ളേര് വീട്ടിൽ എന്നെ കണ്ടില്ലെങ്കിൽ ബഹളം വെക്കും. ചേട്ടനൊക്കെ അവർക്ക് എപ്പോഴും നമ്മള് വീട്ടിലുണ്ടാവണം. ഇനി വന്നല്ലോ പൂവാടി, ഞാൻ ആദ്യം ഇങ്ങോട്ട് വാന്ന്. അല്ലടി, നാടിന്റെ പഴയ ഭംഗിയൊക്കെ ആസ്വദിച്ച് കഴിഞ്ഞ? നമ്മുടെ നാടിന് വലിയ മാറ്റങ്ങളൊന്നും ഇല്ല അല്ലേ, സ്ഥലങ്ങളൊക്കെ അതേപോലെ തന്നെ. നീ എന്തിനടി നേരം കൈ പിടിച്ചു വന്നേ? നിനക്കൊരു ദിവസം നല്ലോണം ഫ്രീ ആയിട്ട് ഇവിടെ ഒക്കെ കറങ്ങി ആയം പോലെ പോയാ മതിയിരുന്നില്ലേ? ഇപ്പൊ തിരക്ക് പിടിച്ചിട്ട് ഒന്നും സംസാരിക്കാൻ പോലും നേരമില്ല. ഒന്നിനും നേരല്ലടി, എപ്പോഴും തിരക്കന്നെ. അല്ല, നീ പോയിട്ട് ഞങ്ങളെയും ഈ നാടൊക്കെ ഓർക്കാറുണ്ടാ? ഒന്നും ഓർക്കാൻ പോലും സമയമില്ല. ആ, എല്ലാവരുടെ കാര്യമൊക്കെ ഇങ്ങനെ തന്നെ, പ്രാരാബ്ധമല്ല എല്ലാവർക്കും. അതൊക്കെ പോട്ടെ, നമ്മുടെ സ്കൂളൊന്നും കാണാൻ പോയാലോ? ആ, സ്കൂളിൽ പോയിട്ട് വരാം. സ്കൂളൊക്കെ മാറി, നീ കണ്ടഞ്ഞു ഇട്ടും. നമ്മുടെ സ്കൂളൊക്കെ ആകെ മാറിപ്പോയില്ലോ. അപ്പൊ നമുക്ക് മാത്രം മാറിയാ മതിയാ? സ്കൂളിനൊക്കെ മാറ്റൊക്കെ വേണ്ടേ? എന്നാലും എല്ലാം പണ്ടത്തെ പോലെ തോന്നാ, നമ്മളും സ്കൂളും അല്ലേ. പോവാൻ തോന്നണില്ലേടി ഇവിടുന്ന് നമ്മുടെ ഓർമ്മകളിൽ നിന്നും. പിന്നെ ഇവിടെ ഓർത്തോണ്ട് നിന്നോ, നിന്റെ ബസ് പോവും. വീട്ടിൽ നേരം വൈകി ചെന്ന് കഴിഞ്ഞാൽ നിന്റെ ഭർത്താവ് അടിച്ച് പുറത്തേക്ക് പിന്നെ എനിക്കൊന്നും നോക്കാൻ പറ്റില്ല കേട്ടാ. അല്ലെങ്കിൽ എന്നെ ജോലിയിലായിട്ടിരിക്കുക. വാ, പോവാ. ആ, പോവാ. അപ്പൊ പോട്ടെടി. ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ ഇതേപോലെ ഓർമ്മകളാവാട്ടാ.